ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലീനാസ് ടേസ്റ്റി ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുറഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള ബനാന വീറ്റ് ബോളുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യില്ലെന്ന് പറഞ്ഞ് ആരും ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട, നെയ്ക്ക് പകരം എണ്ണയായാലും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. ഇതൊന്നിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ആ പഞ്ചസാരയൊന്ന് മെൽറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി നേരത്തെ കുഴിച്ച് വെച്ച മിക്സ് കുറേശ്ശെ എടുത്ത് ഉരുട്ടി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാം. നമ്മുടെ കിടിലൻ ബനാന വീറ്റ് ബോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണിത്. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് വെക്കാൻ ആരും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.